നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വ്യാജ സന്ദേശങ്ങൾക്കെതിരെ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി UAE വിദേശകാര്യ മന്ത്രാലയം. ഫോണിലൂടെയോ ഇമെയിലിലൂടെയോ ലഭിക്കുന്ന സംശയാസ്പദമായ സാമ്പത്തിക അഭ്യർത്ഥനകളോട് പ്രതികരിക്കരുതെന്ന് മുന്നറിയിപ്പ്. അറബിക് ഭാഷാ പഠനം നിർബന്ധമാക്കി ദുബായ് സ്കൂളുകൾ. സെപ്റ്റംബർ മുതൽ ഘട്ടം ഘട്ടമായി നിർദ്ദേശം പ്രാബല്യത്തിൽ വരും. നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടേതാണ് ഉത്തരവ്. മയക്കുമരുന്ന് കടത്ത് തടയാൻ നടപടികൾ ശക്തമാക്കി കുവൈറ്റ്. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡ്രഗ് കൺട്രോളിന്റെ പരിശോധനയിൽ 8 പേരെ പിടികൂടി. ഇവരിൽ നിന്നും വൻതോതിൽ മയക്കുമരുന്ന് പിടിച്ചെടുത്തു. കേരളത്തിലെത്തുന്ന സംരംഭകർ ചുവപ്പ് നാടയിൽ കുടുങ്ങില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ നിക്ഷേപങ്ങൾക്ക് പൂർണ്ണ പിന്തുണയെന്ന് കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയലും നിതിൻ ഗഡ്കരിയും. സംസ്ഥാനത്ത് റോഡുകളടക്കം അടിസ്ഥാന സൗകര്യ വികസനത്തിന് 50,000 കോടിയുടെ പദ്ധതികൾ ഉടനെന്ന് നിതിൻ ഗഡ്കരി. മാറ്റത്തിനായി പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയെന്ന് VD സതീശൻ. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക സംഗമത്തിന് കൊച്ചിയിൽ തുടക്കം. ഓണറേറിയം വർധന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കർമാർ അനിശ്ചിതകാല പണിമുടക്കിൽ. കേന്ദ്രം പണം തരുന്നില്ലെന്നും സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലെന്നും തോമസ് ഐസക്. PSC അംഗങ്ങളുടെ വേതന വർധനവ് ആശാ വർക്കർമാരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് V മുരളീധരൻ. ചരിത്രത്തിലിടം നേടി കേരളം രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ. നിർണായകമായത് സെമിയിൽ ഗുജറാത്തിനെതിരായ 1-ാം ഇന്നിംഗ്സ് ലീഡ്. ഫൈനലിൽ വിദർഭ എതിരാളികൾ. വ്യാജ സന്ദേശങ്ങൾക്കെതിരെ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി UAE വിദേശകാര്യ മന്ത്രാലയം. ഫോണിലൂടെയോ ഇമെയിലിലൂടെയോ ലഭിക്കുന്ന സംശയാസ്പദമായ സാമ്പത്തിക അഭ്യർത്ഥനകളോട് പ്രതികരിക്കരുതെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. മന്ത്രാലയത്തിന്റെ ഓഫീസുകളിൽ നിന്നെന്ന വ്യാജേന വരുന്ന സൈബർ തട്ടിപ്പുകളെ കരുതിയിരിക്കണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നു. പണമോ മറ്റു വിവരങ്ങളോ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മെസ്സേജുകളോടും മെയിലുകളോടും പ്രതികരിക്കരുതെന്നും സംശയാസ്പദമായ അത്തരം സന്ദേശങ്ങൾ ലഭിച്ചാൽ റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. ദുബായിലെ എല്ലാ സ്കൂളുകളിലും അറബിക് ഭാഷാ പഠനം നിർബന്ധമാക്കി. നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത്. ഈ വർഷം സെപ്റ്റംബർ മുതൽ ഘട്ടം ഘട്ടമായി നിർദ്ദേശം പ്രാബല്യത്തിലാക്കാനാണ് തീരുമാനം. ഇന്ത്യൻ സ്കൂളുകൾ ഉൾപ്പെടെ ദുബായിലെ എല്ലാ സ്വകാര്യ സ്കൂളുകളിലും 6 വയസ്സുവരെ പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് അറബിക് പഠനം നിർബന്ധമാക്കുന്നതിനാണ് ഉത്തരവ്. എമിറാത്തി സംസ്കാരം, പൈതൃകം, ഭാഷ എന്നിവയെക്കുറിച്ച് അഭിമാനബോധം വളർത്താൻ സ്കൂളുകളിൽ അറബിക് ഭാഷാ ഉപയോഗം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. സെപ്റ്റംബറിൽ അധ്യയനം ആരംഭിക്കുന്ന സ്കൂളുകളിൽ ഈ വർഷം സെപ്റ്റംബർ മുതലും ഏപ്രിലിൽ അധ്യയനം ആരംഭിക്കുന്ന വിദ്യാലയങ്ങളിൽ 2026 ഏപ്രിൽ മുതലും നിർദ്ദേശം പ്രാബല്യത്തിൽ വരും. ബാലകേന്ദ്രങ്ങൾക്കും ഈ ഉത്തരവ് ബാധകമാണ്. കുവൈറ്റിലുടനീളം മയക്കുമരുന്ന് കടത്ത് തടയുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തമാക്കി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡ്രഗ് കൺട്രോൾ. വിവിധ സംഭവങ്ങളിലായി 8 പേരെ പിടികൂടി. ഇതിൽ 4 പേർ കുവൈറ്റ് പൗരന്മാരും 4 പേർ ബിദൂനികളുമാണ്. ഇവരിൽ നിന്നും വൻതോതിൽ മയക്കുമരുന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. 50 കിലോ ഹാഷിഷ്, 25,000 ലിറിക്ക ക്യാപ്സ്യൂൾ, 5 കിലോ മെത്താഫെറ്റമിൻ, 1 കിലോ ലഹരി വസ്തുക്കൾ, 2000 ക്യാപ്റ്റഗൺ ഗുളികകൾ തുടങ്ങിയവയാണ് കണ്ടെടുത്തത്. ഇതിന് ഏകദേശം 2,20,000 കുവൈറ്റ് ദിനാർ വിപണി മൂല്യം വരും. പിടികൂടിയവരെയും പിടിച്ചെടുത്ത വസ്തുക്കളും കൂടുതൽ നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്ക് കൈമാറി. കുവൈറ്റ് ഉൾക്കടലിൽ തെക്കുഭാഗത്തുള്ള അൽ നൽ ദ്വീപിന് സമീപം കുവൈറ്റ് ഡൈവിംഗ് സംഘം വലിയ ഡോൾഫിൻ കൂട്ടത്തെ കണ്ടെത്തി. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉപേക്ഷിച്ച മത്സ്യബന്ധന വലകളും നീക്കം ചെയ്യുന്നതിനായി തീരദേശ സംരക്ഷണ സേനയുടെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ നടത്തിയ പതിവ് പരിശോധനയ്ക്കിടയിലാണ് ഡോൾഫിനുകളുടെ കൂട്ടത്തെ കണ്ടെത്തിയത്. ഇത്തരമിനം ഡോൾഫിനുകളെ പ്രദേശത്ത് മുമ്പ് കണ്ടിട്ടില്ലെന്ന് മറൈൻ ഓപ്പറേഷൻസ് ഓഫീസർ വാലിദ് അൽ ഷാത്തി അറിയിച്ചു. അൽ നൽ ദ്വീപിനും ഇതിന്റെ തെക്കൻ ജലാശയങ്ങൾക്കും ചുറ്റും മത്സ്യബന്ധനവും വല ഉപയോഗവും നിരോധിക്കാനുള്ള അധികാരികളുടെ തീരുമാനമാണ് ഇത്രയധികം ഡോൾഫിനുകളുടെ സാന്നിധ്യത്തിന് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. കുവൈറ്റ് ഉൾക്കടലിലെ സന്ദർശകർ ഈ സമുദ്രജീവികളുടെ പാരിസ്ഥിതിക പ്രാധാന്യവും അപൂർവതയും കാരണം അവയെ ശല്യപ്പെടുത്തുന്നത് ഒഴിവാക്കണമെന്നും അൽ ഷാത്തി പറഞ്ഞു. സൗദി റിയാലിനായി അംഗീകരിച്ച ചിഹ്നം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട 8 മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും കർശനമായി പാലിക്കണമെന്ന് സൗദി സെൻട്രൽ ബാങ്കായ സാമ ആവശ്യപ്പെട്ടു. ഏതു ഭാഷകളിൽ ഉപയോഗിക്കുമ്പോഴും റിയാൽ ചിഹ്നം സംഖ്യയുടെ ഇടതുവശത്താണ് ഉപയോഗിക്കേണ്ടത്. സംഖ്യയ്ക്കും റിയാൽ ചിഹ്നത്തിനുമിടയിൽ അകലമുണ്ടായിരിക്കണം. റിയാൽ ചിഹ്നത്തിന്റെ നിശ്ചിത അനുപാതവും ജാമീതീയ ഘടനയും നിലനിർത്തണം.
ചിഹ്നത്തിന്റെ ഉയരം ടെക്സ്റ്റ് ഉയരവുമായി പൊരുത്തപ്പെടണമെന്നും ചിഹ്നദിശയും ടെക്സ്റ്റ് ദിശയും പൊരുത്തം വേണമെന്നും ആകൃതിക്കുള്ളിൽ ചിഹ്ന ഉയരത്തിന്റെ 1/3 ഭാഗത്തിന് തുല്യമായ ഇടം ശൂന്യമായി നിലനിർത്തണമെന്നും പശ്ചാത്തലങ്ങളുമായി വർണ്ണവ്യത്യാസം നിലനിർത്തണമെന്നും സാമ ആവശ്യപ്പെട്ടു. മക്കയിലെ KMCCയും OICCയും നേതൃത്വം കൊടുക്കുന്ന മക്ക UDF സ്നേഹസംഗമം കക്കിയിലെ ഖസറുദ്ദീദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. നൌഷാദ് പെരിന്തല്ലൂർ അധ്യക്ഷത വഹിച്ചു. ഷാഫി പറമ്പിൽ MP മുഖ്യപ്രഭാഷണം നടത്തി. മക്കയിൽ എംബസി സ്കൂൾ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾക്ക് മുൻകൈയെടുക്കുമെന്നും ഹജ്ജ് വോളണ്ടിയർമാരുടെ സേവനം ശക്തിപ്പെടുത്തുന്നതിന് കോൺസുലേറ്റ് ഇടപെടൽ ഉണ്ടാകണമെന്നും കോൺസുലേറ്റ് ജനറലുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ്, KMCC ജനറൽ സെക്രട്ടറി മുജീബ് പൂക്കോട്ടൂർ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മുസ്തഫ മലയിൽ, സലീം കണ്ണനാകുഴി എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു. സൗദി ഫണ്ടിംഗ് ദിനാഘോഷത്തിന്റെ ഭാഗമായി ലുലു സൗദി ഹൈപ്പർ മാർക്കറ്റ് ലുലു വാക്കത്തോൺ 2025 സംഘടിപ്പിച്ചു. ഫെബ്രുവരി 15-ന് അൽ ഖോബാറിലെ ന്യൂ കോർണിഷ് ഖോബാറിൽ നടന്ന പരിപാടി സുസ്ഥിര വികസനം എന്ന ആശയത്തെ പ്രതിനിധാനം ചെയ്തു. കായിക മന്ത്രാലയത്തിന്റെയും അൽ ഖോബാർ മുനിസിപ്പാലിറ്റിയുടെയും പിന്തുണയോടെ നടന്ന 3 കിലോമീറ്റർ നീണ്ട വാക്കത്തോണിൽ നിരവധി പേർ പങ്കാളികളായി. ഹാൻഡിക്രാഫ്റ്റ് സംരക്ഷിക്കുക എന്ന ആശയം ഉൾക്കൊണ്ടായിരുന്നു ഈ വർഷത്തെ വാക്കത്തോൺ സംഘടിപ്പിച്ചത്. കായിക മന്ത്രാലയത്തിലെ താരിഖ് അൽ ഖത്താനി വാക്കത്തോൺ ഉദ്ഘാടനം ചെയ്തു. ഔദ്യോഗിക റേസിംഗ് പിസ്റ്റൾ ഷോട്ട് ഉപയോഗിച്ചാണ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചത്. പരമ്പരാഗത അറബിക് നൃത്തമായ അർദ, സീഷോ, സ്വേപൂൾ ഡാൻസ് എന്നിവ കൊണ്ട് ആഘോഷ പ്രകടനം സമ്പന്നമായി. ലുലു സൗദി അറേബ്യ ഡയറക്ടർ ഷഹീം മുഹമ്മദ് വാക്കത്തോണിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു. ലുലു മാനേജ്മെന്റിലെ എക്സിക്യൂട്ടീവ് മാനേജറായ മുഹമ്മദ് അഹമ്മദ് അബ്ദുൽ ജലീൽ ബുബുഷൈത്ത്, അഡ്മിനിസ്ട്രേഷൻ മാനേജറായ സയ്യിദ് അൽ സുബൈ, കിഴക്കൻ പ്രവിശ്യയിലെ റീജിയണൽ മാനേജറായ മൊയ്സ് നുറുദ്ദീൻ, മധ്യപ്രവിശ്യയിലെ റീജിയണൽ ഡയറക്ടറായ ഹാത്തിം മുസ്തൻസിർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. മറ്റു വാർത്തകൾ നോക്കാം. കേരളത്തിന്റെ വ്യവസായ നിക്ഷേപ രംഗത്ത് മാറ്റങ്ങൾക്ക് തുടക്കമിടുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക സംഗമത്തിന് കൊച്ചിയിൽ തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, സഹമന്ത്രി ജയന്ത് ചൌധരി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികളും വ്യവസായ പ്രമുഖരുമടക്കം ചടങ്ങിനെത്തി. കേരളത്തിലെത്തുന്ന നിക്ഷേപകർക്ക് ചുവപ്പ് നാടക്കുരുക്കിനെപ്പറ്റി ആശങ്കപ്പെടേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. 3000-ലധികം പ്രതിനിധികളാണ് നിക്ഷേപ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. It's a pivotal moment in Kerala's history as സംസ്ഥാനത്തിന്റെ വ്യവസായ നിക്ഷേപ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുന്ന സമ്മേളനമാകും ഇൻവെസ്റ്റ് കേരള എന്ന ആത്മവിശ്വാസത്തിലാണ് സംസ്ഥാന സർക്കാർ. കേരളത്തിലെത്തുന്ന വ്യവസായ സംരംഭകർക്ക് ചുവപ്പ് നാടയെപ്പറ്റി ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. We have ensured that no investor coming to Kerala will have to face the cobweb of procedural delays and meet the barriers of red tape. We have made major strides in simplifying procedures as regards investments. ദൈവത്തിന്റെ സ്വന്തം നാട് വ്യവസായങ്ങളുടെ സ്വർഗമാണെന്ന് വ്യവസായ മന്ത്രി P. രാജീവ് ചൂണ്ടിക്കാട്ടി. സ്റ്റാർട്ടപ്പുകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഇടമാണ് കേരളം. വ്യവസായ മേഖലയിലെ മാറ്റങ്ങൾക്ക് അനുയോജ്യമായ സമയമാണിതെന്നും മന്ത്രി പറഞ്ഞു. To establish a bureau to give a composite license for large investments. The license should be given within 7 days after submitting the application along with all relevant documents. കേരളത്തിൽ 31 പ്രോജക്റ്റുകൾ വരാൻ പോകുന്നതായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു. പാലക്കാടിനെ വടക്കൻ കേരളവുമായി ബന്ധിപ്പിക്കുന്ന 5 പാക്കേജുകൾ ഇതിൽ ഉൾപ്പെടുന്നു. I am very happy to announce some new project for Kerala by taking the chance of this conference. We are 31 upcoming projects of length 896 km costing 50,000 crore. I am today declaring the all details of this project. കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയിലൂടെ കേരളത്തിൽ വരാൻ പോകുന്ന മാറ്റത്തിനായി പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കൊച്ചിയിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിക്കായി നിരവധി വ്യവസായ പ്രമുഖരും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപകരും എത്തിയിട്ടുണ്ട്. വിവിധ വേദികളിൽ 28 സെഷനുകളിലായി ചർച്ചകളിൽ 200-ലേറെ പ്രഭാഷകരുണ്ടാകും. 3000-ലധികം ആളുകളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.
കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്കായി പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ ഓൺലൈനായി പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഗഡ്കരിയുടെ പ്രഖ്യാപനം. കേരളത്തിലെ റോഡ് വികസനത്തിന് 50,000 കോടി രൂപയുടെ പദ്ധതികൾ ഉടനെ നടപ്പിലാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. We are 31 upcoming projects of length 896 km costing 50,000 crore. I am today declaring the all details of this project. Palakkad, Mallappuram, Kozhikode district, length 120 km and cost is 10,814 rupees. The other important project is 6th lane of Ernakulam bypass from Angamali to Kudanur. The length is 45 km and cost is 6,500 crore. The other project is Thiruvananthapuram outer ring road. That is 62.7 km and cost of the project is 5,000 crore. Within 4 to 5 months we will start this project. ഓണറേറിയം വർധന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം തുടരുന്നു. ഇന്നലെ നടന്ന മഹാസംഗമത്തിന് ശേഷം ആശാ വർക്കർമാർ സംസ്ഥാനത്ത് അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. പ്രതിഷേധം കളക്ടറേറ്റിന് മുന്നിലേക്ക് കൂടി വ്യാപിപ്പിച്ച് സമരം ശക്തമാക്കാനാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. 7,000 രൂപയിൽ നിന്നും ഓണറേറിയം 21,000 രൂപയാക്കി ഉയർത്തുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷമായി ഉയർത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 10-ാം തീയതി മുതലാണ് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചത്. 5,000-ലധികം ആശാ വർക്കർമാരെ ഉൾപ്പെടുത്തി മഹാസംഗമം നടത്തിയ ശേഷം സംസ്ഥാന വ്യാപകമായി അനിശ്ചിതകാല സമരമെന്ന പ്രധാന ഘട്ടത്തിലേക്കാണ് പ്രതിഷേധം മാറുന്നത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അധികാരികൾക്ക് പണിമുടക്ക് നോട്ടീസ് നൽകി സമരപ്പന്തലിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ശക്തമാക്കുന്നതിനൊപ്പം കളക്ടറേറ്റുകൾക്കും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് മുന്നിലും പ്രതിഷേധം ആരംഭിക്കാനാണ് അസോസിയേഷന്റെ ആഹ്വാനം. തുടർന്ന് അങ്ങോട്ടുള്ള ദിവസം പണിമുടക്കാനാണ്. അവരവരുടെ ജില്ലകളിൽ കളക്ടറേറ്റിന് മുന്നിലുള്ള പ്രതിഷേധ പരിപാടികളും സെന്ററുകളിലുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പണമില്ല എന്ന് പറയുന്നതിന് പ്രസക്തിയില്ല. ഖജനാവിൽ പണമുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് പണമുണ്ട്. ആശാ വർക്കർക്ക് തരാൻ പണമില്ല എന്നാണ് പറയുന്നത്. ആ പരിഗണന മാറ്റണം. ആശാ വർക്കർമാരെന്ന് പറഞ്ഞ അടിസ്ഥാന വിഭാഗത്തെ പരിഗണിച്ച് ജീവിച്ച് മുന്നേറാൻ വേണ്ടുന്ന വരുമാനം മാത്രമാണ് ആശാ വർക്കർമാർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അത് പരിഗണിക്കുന്ന രീതിയിലുള്ള ചർച്ച നടത്തണം. വിവിധ മത, രാഷ്ട്രീയ, സാമൂഹിക സംഘടനകളിൽ നിന്നും ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരത്തിന് ശക്തമായ പിന്തുണയാണ് ലഭിക്കുന്നത്. ആശാ വർക്കർമാരെ തെരുവിലിറക്കിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരോട് കേന്ദ്രം അവഗണന കാട്ടുന്നുവെന്നാരോപിച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാപ്പകൽ സമരം പ്രഖ്യാപിച്ച് LDF വയനാട് ജില്ലാ കമ്മിറ്റി. ഈ മാസം 24, 25 തീയതികളിൽ ദുരന്തബാധിതരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചാണ് രാപ്പകൽ സമരം. പുനരധിവാസത്തിനായി സംസ്ഥാനം ആവശ്യപ്പെട്ട 2,000 കോടി രൂപ അനുവദിക്കണമെന്നാണ് ആവശ്യം. ദുരന്തം നടന്ന് 7 മാസം പിന്നിടുമ്പോൾ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര അവഗണന തുടരുന്നുവെന്നാണ് LDF ആരോപണം. ദുരന്തത്തിന്റെ വ്യാപ്തി പ്രധാനമന്ത്രി നേരിൽ കണ്ടിട്ടും സഹായം പ്രഖ്യാപിച്ചില്ല. വയനാടിനായി സംസ്ഥാനം ആവശ്യപ്പെട്ട പാക്കേജും അനുവദിച്ചില്ല. ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടും കേന്ദ്ര ബജറ്റിൽ പൂർണ്ണമായും തള്ളി. കേരളത്തോടുള്ള രാഷ്ട്രീയ വിവേചനം ദുരന്തത്തിലും കാണിക്കുകയാണെന്നും ഈ സാഹചര്യത്തിലാണ് ദുരന്തബാധിതരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് രാപ്പകൽ സമരമെന്നും LDF കൺവീനർ CK ശശീന്ദ്രൻ പറഞ്ഞു. ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ നടത്തുന്ന സമരത്തിൽ ദുരന്തബാധിതർ ഉൾപ്പെടെ 165ഓളം പേർ പങ്കെടുക്കും. ഫെബ്രുവരി 24, 25 തീയതികളിലാണ് രാപ്പകൽ സമരം. 529.50 കോടി രൂപ അനുവദിച്ചതും തിരിച്ചടക്കേണ്ട വായ്പയാക്കി മാറ്റി. ദുരന്തബാധിതർ ഉൾപ്പെടെ 165 വളണ്ടിയർമാർ സമരത്തിൽ പങ്കാളികളാകും. കേരളത്തിൽ നിന്നുള്ള LDF MPമാരും ദേശീയ നേതാക്കളെയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള MPമാരെയും സമരത്തിൽ പങ്കാളികളാക്കി കേന്ദ്ര അവഗണന ദേശീയ തലത്തിൽ ചർച്ചയാക്കുകയാണ് LDF. അമൃത ന്യൂസ്, വയനാട്. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ് ചികിത്സയിലിരുന്ന കാട്ടാന ചരിഞ്ഞു. കഴിഞ്ഞ മാസമായിരുന്നു മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ ആനയെ വനത്തിനുള്ളിൽ കണ്ടെത്തിയത്. ബുധനാഴ്ചയാണ് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി കോടനാട് അഭയാരണ്യത്തിൽ ചികിത്സയ്ക്കെത്തിച്ചത്.
മസ്തകത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് മയക്കുവെടി വെച്ച് അതിരപ്പള്ളി ഏഴാറ്റുമുഖം മേഖലയിൽ നിന്നും കോടനാട് അഭയാരണ്യത്തിലെത്തിച്ച കാട്ടുകൊമ്പൻ ചികിത്സയിലിരിക്കെയാണ് ചെരിഞ്ഞത്. ജനുവരി 15 മുതൽ മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ കൊമ്പനെ പ്ലാന്റേഷൻ തോട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് പരിക്ക് ഗുരുതരമാണെന്ന് ബോധ്യപ്പെട്ടതോടെ 24-ന് മയക്കുവെടി വെച്ച് തളച്ച് ചികിത്സ നൽകി വിട്ടിരുന്നു. എന്നാൽ ഈ മുറിവിൽ പുഴുവരിച്ച നിലയിൽ കണ്ടതോടെ ആനയുടെ ജീവനിൽ ആശങ്ക വന്നു. തുടർന്ന് ആനയെ മയക്കുവെടി വെച്ച് തളച്ച് ചികിത്സിച്ച് ഭേദമാക്കുന്നതുവരെ കൂട്ടിൽ പാർപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വെറ്റിലപ്പാറയ്ക്ക് സമീപത്ത് വെച്ച് ആന പുഴയിലേക്ക് ഇറങ്ങിയിരുന്നു. ഇവിടെ നിന്നും തുരുത്തിലേക്ക് നീങ്ങുമ്പോഴാണ് മയക്കുവെടി വെച്ചത്. ബുധനാഴ്ച രാത്രി മുതൽ ആന തീറ്റയെടുത്തു തുടങ്ങിയിരുന്നു. ഇന്നലെ തുമ്പിക്കൈയിലേക്കും അണുബാധ ബാധിച്ചതായി കണ്ടെത്തി. മുറിവ് ഒരടി ആഴത്തിലുള്ളതായിരുന്നു. ആനയുടെ തലയിലെ എല്ലുകൾ പോലും മുറിവിലൂടെ പുറത്തേക്ക് കാണുന്ന സ്ഥിതിയിലായിരുന്നു. പുഴുവരിച്ച നിലയിലായിരുന്ന മുറിവ് വൃത്തിയാക്കി 1.5 മാസത്തെ ചികിത്സാ പദ്ധതിയാണ് തയ്യാറാക്കിയിരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ആ ഒരു മുറിവിൻ്റെ ഇത് മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. അതിൻ്റെ ഒരു ഇൻഫെക്ഷൻ മൂലം സെപ്റ്റിസിമിയ ആകാം. പക്ഷെ നമുക്കത് പോസ്റ്റ്മോർട്ടത്തിൽ നോക്കണം ചേഞ്ചസ്. അത് കൂടാതെ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നമുക്ക് സാമ്പിളുകൾ കളക്ട് ചെയ്ത് മൈക്രോബയോളജി അതുപോലെ തന്നെ ഹിസ്റ്റോപത്തോളജിക്ക് അയക്കണം കൺഫർമേഷനായിട്ട്. ഇതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. മുറിവേറ്റ ആനയുടെ ആരോഗ്യം അല്പം മോശമാണെന്ന് കഴിഞ്ഞ ദിവസം ഡോക്ടർ അരുൺ സക്രിയ വ്യക്തമാക്കിയിരുന്നു. ആനയുടെ മസ്തകത്തിലെ മുറിവ് ദിനംപ്രതി വലുതാകുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു. ആനയുടെ മസ്തകത്തിലേറ്റ മുറിവ് മറ്റ് ആനകളുമായുള്ള സംഘർഷത്തിൽ പറ്റിയതാകാമെന്നാണ് നിഗമനം. ആനകളുടെ പ്രജനനകാലമായതിനാൽ ഉൾവനത്തിൽ ഇത്തരം ഏറ്റുമുട്ടലുകൾ പതിവാണെന്ന് വിദഗ്ധർ പറയുന്നു. അമൃത ന്യൂസ്, കൊച്ചി. അതിരപ്പള്ളിയിലെ മുറിവേറ്റ കൊമ്പന് ചികിത്സ നൽകുന്ന കാര്യത്തിലുണ്ടായത് ഗുരുതര പിഴവെന്ന് ആന ചികിത്സാ വിദഗ്ധർ. വിമർശനവുമായി മുൻ വെറ്റിനറി ഓഫീസർ ഡോക്ടർ KG അശോകനും ആനിമൽ ഹസ്ബൻഡറി വെറ്റിനറി ഓഫീസർ ഡോക്ടർ PB ഗിരിദാസും രംഗത്തെത്തി. ആനയെ ആദ്യം പിടികൂടിയ സമയത്ത് തന്നെ കൃത്യമായ ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ ആന രക്ഷപ്പെടുമായിരുന്നുവെന്നാണ് വിമർശനം. മുൻ വെറ്റിനറി ഓഫീസർ ഡോക്ടർ KG അശോകനും അനിമൽ ഹസ്ബൻഡറി വെറ്റിനറി ഓഫീസർ ഡോക്ടർ PB ഗിരിദാസുമാണ് വനംവകുപ്പിനെതിരെ രംഗത്തെത്തിയത്. ചികിത്സയുടെ കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത വനംവകുപ്പ് പുലർത്തിയില്ലെന്നാണ് വിമർശനം. ചികിത്സ വൈകിയത് വനംവകുപ്പിന്റെ വീഴ്ചയാണെന്നും വെറ്റിനറി ഓഫീസർമാർ പറയുന്നു. ആനയെ ആദ്യം പിടികൂടിയ സമയത്തു തന്നെ കൃത്യമായ ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ ആന രക്ഷപ്പെടുമായിരുന്നുവെന്ന് മുൻ വെറ്റിനറി ഓഫീസർ KG അശോകൻ പറഞ്ഞു. ഈ ആനയെ അന്ന് മയക്കുവെടി വെച്ച് വൂണ്ട് ക്ലീൻ ആക്കുന്ന ഒരു ദിവസം തന്നെ ഇതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അതിനെ അന്ന് തന്നെ ഇന്ന് ഈ ചെയ്ത പ്രവൃത്തി അന്ന് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ആന രക്ഷപ്പെടുമായിരുന്നു. കാരണം അത് വൈകി എന്നുള്ളതിന് തർക്കമില്ല. കാരണം ബുള്ളറ്റ് കൊണ്ടുണ്ടായ മുറിവാണെന്നും പറഞ്ഞിട്ടാണ് മാധ്യമങ്ങളിൽ വന്നിരുന്നത്. സമയമുണ്ടായിട്ടും ആനയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാത്തത് വലിയ തെറ്റ് തന്നെയാണെന്നും ഇത്രയും വലിയ മുറിവ് പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കാനാകില്ലെന്നും മുറിവ് ഉണങ്ങിയതിനു ശേഷം മാത്രം ആനയെ കാട്ടിലേക്ക് അയക്കണമായിരുന്നുവെന്നും അനിമൽ ഹസ്ബൻഡറി വെറ്റിനറി ഓഫീസർ ഡോക്ടർ PB ഗിരിദാസും പറഞ്ഞു. നമുക്കറിയാം, മസ്തകത്തിലൊരു മുറിവ്, ആ മുറിവിൻ്റെ വ്യാപ്തി അന്ന് കുറച്ചായിരുന്നു. അത് 1 മാസം കഴിഞ്ഞപ്പോൾ അത് വലിയൊരു ആഴമുള്ള മുറിവായി മാറുന്നത് അവിടെ പുഴുക്കളരിച്ച് പുഴുവിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ മുറിവ് വലുതായി. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ്, നമ്മൾ അതിനെ കൃത്യമായിട്ടുള്ള പരിചരണം ആദ്യമേ കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ആഴ്ചകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആനയെ പിടികൂടി ചികിത്സ നൽകാനായത്. ആദ്യഘട്ടത്തിൽ ആനയെ പിടികൂടിയെങ്കിലും പ്രാഥമിക ശുശ്രൂഷകൾ നൽകി കാട്ടിലേക്ക് അയക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് മുറിവ് വലുതാവുകയും പഴുപ്പ് വർദ്ധിക്കുകയും ചെയ്തതാണ് ആനയുടെ ആരോഗ്യസ്ഥിതി വഷളാകാൻ കാരണം. ആന ചെരിഞ്ഞതോടെ ആഴ്ചകൾ നീണ്ട വനംവകുപ്പിന്റെയും വെറ്റിനറി ഡോക്ടർമാരുടെയും ശ്രമമാണ് വിഫലമായത്. അമൃത ന്യൂസ്, തൃശൂർ. കോഴിക്കോട് കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് അപകടമുണ്ടായ സംഭവത്തിൽ പീതാംബരൻ മതമിളകാൻ സാധ്യതയുള്ള ആനയായിരുന്നുവെന്ന് സോഷ്യൽ ഫോറസ്ട്രി വനം കൺസർവേറ്ററുടെ റിപ്പോർട്ട്. ചട്ടവിരുദ്ധമായി പടക്കം പൊട്ടിച്ചതും ആനകളുടെ കാലിൽ ചങ്ങല ഇല്ലാതിരുന്നതും അപകടത്തിന് കാരണമായി. പടക്കം പൊട്ടിച്ചാൽ അസ്വസ്ഥനാകുന്ന ആനയാണ് പീതാംബരൻ എന്ന പാപ്പാന്മാരുടെ മുന്നറിയിപ്പ് ക്ഷേത്രം കമ്മിറ്റി അവഗണിച്ചെന്നും ആർ കീർത്തി വനം വകുപ്പിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിലാണ് ക്ഷേത്രം കമ്മിറ്റിക്കും പാപ്പാന്മാർക്കും വീഴ്ച പറ്റിയെന്ന കാര്യം വ്യക്തമാക്കുന്നത്. ചട്ടവിരുദ്ധമായി പടക്കം പൊട്ടിച്ചതും ആനകളുടെ കാലിൽ ചങ്ങലയിടാത്തതുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് റിപ്പോർട്ട്. എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ഗുരുവായൂർ പീതാംബരൻ എന്ന ആന സംഭവ ദിവസം മതപ്പാടിലായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിന്റെ അളവ് കൂടുതലാണെന്നും കണ്ടെത്തി. പീതാംബരന്റെ രക്തരാസ പരിശോധന ഫലത്തിലാണ് കണ്ടെത്തൽ. അതേസമയം പീതാംബരൻ പടക്കം പൊട്ടിച്ചാൽ അസ്വസ്ഥനാകുമെന്ന് പാപ്പാന്മാർ ക്ഷേത്ര കമ്മിറ്റിയെ അറിയിച്ചിരുന്നുവെന്ന മൊഴിയും റിപ്പോർട്ടിലുണ്ട്. പടക്കം പൊട്ടിക്കുമെങ്കിൽ മുൻകൂട്ടി തങ്ങളെ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അതുണ്ടായില്ലെന്നും പാപ്പാന്മാർ മൊഴിയിൽ പറയുന്നു.
സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ വനംവകുപ്പിന് സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി തുടർന്നുള്ള നിയമ നടപടി. അമൃത ന്യൂസ്, കോഴിക്കോട്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പരിസ്ഥിതി സൗഹാർദ്ദപരമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച് കൊച്ചി അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിൽ ത്രിദിന അന്താരാഷ്ട്ര ഉച്ചകോടി നടക്കും. അമൃത സ്കൂൾസ് ഓഫ് ആർട്സ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് സംഘടിപ്പിക്കുന്ന ഉച്ചകോടി മാർച്ച് 5 മുതൽ 7 വരെയാണ്. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾ, ഗവേഷകർ, അധ്യാപകർ, പ്രസ്തുത മേഖലയിലെ വിദഗ്ധർ എന്നിവർക്ക് ഫെബ്രുവരി 25 വരെ പ്രബന്ധങ്ങൾ രജിസ്റ്റർ ചെയ്യാം. പാനൽ ചർച്ചകൾ, ജൈവ വൈവിധ്യ സംരക്ഷണ പരിശീലന ശില്പശാലകൾ എന്നിവയും ഉച്ചകോടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഡോക്ടർ ഹർഷ ഭാർഗവി, ഡോക്ടർ എറിക് ബീൻ, ഡോക്ടർ നിർമാല്യ മുഖർജി എന്നിവരുൾപ്പെടെ പ്രശസ്തരായ വിദഗ്ധർ ചർച്ചകൾക്ക് നേതൃത്വം നൽകും. സംബന്ധിച്ചിടത്തോളം കുംഭമേളയുടെ ഭാഗമാകാനെത്തിയ നിരവധി ഭക്തരാണ് പ്രയാഗ്രാജിലെ മാതാ അമൃതാനന്ദമയി മഠത്തിലേക്ക് എത്തുന്നത്. ആശ്രമത്തിലെത്തുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ മികച്ചതെന്ന് അവർ പറയുന്നു. നല്ല സുന്ദരമായിരുന്നു. നല്ല എല്ലാ അറേഞ്ച്മെൻറ്റുകളും ആശ്രമത്തിൽ നിന്നും കിട്ടി. എല്ലാ സൗകര്യവും പോലീസ് വല എല്ലാം തോന്നുന്നു നല്ല സുന്ദരമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ പെട്ട് നല്ല രീതിയിൽ ഞങ്ങൾക്ക് സ്നാനം ചെയ്യാൻ കഴിഞ്ഞു. എല്ലാം കൊണ്ട് നല്ല രീതിയായിരുന്നു. എല്ലാ അറേഞ്ച്മെൻറ്റും ഏറ്റവും നല്ല സുന്ദരമായിട്ട് തോന്നി നമ്മുടെ മാതാ അമൃതാനന്ദമയുടെ മഠം തന്നെയാണ്. ഒരുപാട് മഠത്തിൽ ഞങ്ങൾ പോയി. ഏറ്റവും നല്ല തോന്നുന്ന അറേഞ്ച്മെൻറ്റ് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഞങ്ങൾക്ക് ഒരുക്കി തന്നു. എല്ലാത്തിനും ഒരു നന്ദി. ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് വന്ന വണ്ടിയിലാണ് വന്നത്. ഒത്തിരി ഇഷ്ടമായി. ഇവിടെ വന്ന് ഏറ്റവും നല്ല അറേഞ്ച്മെൻറ്റ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഫുഡ്, ഈവൻ ഡോക്ടർ പോലും അവൈലബിൾ ആണ്. മെഡിസിൻ ഫ്രീ ആണ്. എല്ലാം ഒത്തിരി നല്ല സൗകര്യങ്ങൾ അമ്മ ചെയ്തു തന്നിരിക്കുന്നു. ரொம்ப ரொம்ப நல்லா இருக்குது. கடவுள் புண்ணியத்தில் இப்படி ஒரு நிகழ்ச்சியில் கலந்துக்கிறதுக்கு ரொம்ப சந்தோஷம். அம்மா ஆசிரமத்தில் இருந்தது கூடுதல் மகிழ்ச்சி. அம்மா ஆசீர்வாதத்தோடு நல்லபடியாக மகா கும்பாபிஷேகத்தில் முடிச்சிட்டோம். மாதா அமிர்தானந்தம்மையோட இதை கேள்விப்பட்டிருக்கேன், சில புக்ஸில் படிச்சிருக்கேன். ஆனால் நேற்று பஜனில் வந்து நம்ம சைக்ளோன் அண்டு நம்ம ஃப்ளட்டு ஒரு ரிலீஃப் ஒர்க்ஸ் எல்லாம் பார்த்த பிறகு ரொம்ப இதாகிட்டு ஏதாவது என்னை ஈடுபடுத்திக்கிறணும் அப்படிங்கிற ஒரு எண்ணம் வந்திருக்கு. तो अच्छा होता, थोड़े दिन पहले आते तो बहुत सारी सेवा का मौका मिलता. अभी तो सिर्फ लग रहा है घूमने के लिए आए हैं. बहुत अच्छा एक्सपीरियंस रहा. खाना बहुत अच्छा है, रहने के लिए बहुत अच्छा है और एनवायरनमेंट बहुत अच्छा है. पूरा ट्रैवल, पूरा अरेंजमेंट यहाँ का बहुत अच्छा था, कंफर्टेबल था. ट्रैवल जर्नी लंबी थी लेकिन ऐसा फील नहीं हो पाया कि टायरिंग है. कंफर्टेबली आए. आश्रम का यहाँ सेटअप बहुत अच्छा था, खाने पीने के लिए, यूज़ के लिए. Stay here actually. Everything is like pre-arranged by Amma and the joy of living here is such a wonderful thing. CPM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ക്യാൻസർ ബാധിതനായി ചികിത്സയിലായിരുന്നു. ഭൗതികദേഹം നാളെ രാവിലെ കൊച്ചിയിലെത്തിക്കും. സംസ്കാര ചടങ്ങുകൾ മറ്റന്നാൾ ഉച്ചയോടെ ചങ്ങനാശ്ശേരി തെങ്ങണയിലെ വീട്ടുവളപ്പിൽ നടക്കും. അർബുദബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് CPM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന്റെ അകാല നിര്യാണം. കഴിഞ്ഞ ദിവസം ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. നാട്ടിലേക്ക് മടങ്ങാനിരിക്കെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. ചങ്ങനാശ്ശേരി തെങ്ങണ പെരുമ്പനച്ചി സ്വദേശിയാണ് റസൽ. ഭൗതിക ശരീരം ശനിയാഴ്ച രാവിലെ വിമാനമാർഗം കൊച്ചിയിലെത്തിക്കും. ഉച്ചയ്ക്ക് 12 മണിയോടെ കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം. 2 മണിയോടെ ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനം ഉണ്ടായിരിക്കും. വൈകുന്നേരം 6 മണിയോടെ ചങ്ങനാശ്ശേരി തെങ്ങണ പെരുമ്പനച്ചിയിലെ വസതിയിൽ എത്തിക്കും. ഞായറാഴ്ച ഉച്ചയോടെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഇന്ന് രാവിലെ അന്തരിച്ച CPIM കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് AV റസലിൻ്റെ മൃതശരീരം രാവിലെ 9 മണിക്കാണ് നെടുമ്പാശ്ശേരിയിൽ വരുന്നത്. ജില്ലയിലെ പാർട്ടി നേതാക്കൾ മൃതശരീരം അവിടെ ഏറ്റുവാങ്ങും. GC ആഫീസിൽ 12 മണിയാകുമ്പോൾ മൃതദേഹമെത്തും. ഇവിടെ 2 മണിക്കൂർ നേരം പൊതുദർശനം ഉണ്ടായിരിക്കും.
ജനുവരി ആദ്യവാരം കോട്ടയത്തെ പാമ്പാടിയിൽ നടന്ന ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറിയായി രണ്ടാമതും AV റസലിനെ തെരഞ്ഞെടുത്തിരുന്നു. മുൻപ് ജില്ലാ സെക്രട്ടറിയായിരുന്ന VN വാസവൻ നിയമസഭാംഗമായതോടെ റസൽ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്തിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വാസവൻ മത്സരിച്ചപ്പോൾ റസലാണ് ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്നത്. തുടർന്ന് 2022 നടന്ന ജില്ലാ സമ്മേളനത്തിൽ റസൽ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 12 വർഷമായി ജില്ലാ സെക്രട്ടേറിയറ്റിലും 24 വർഷമായി ജില്ലാ കമ്മിറ്റിയിലും അംഗമാണ്. DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി അംഗവും 7 വർഷം കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്നു. നിലവിൽ CIT അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗവും ചങ്ങനാശ്ശേരി അർബൻ ബാങ്ക് പ്രസിഡന്റുമാണ്. അമൃത ന്യൂസ്, കോട്ടയം. രഞ്ജി ട്രോഫിയിൽ കേരളത്തിന് ചരിത്ര നേട്ടം. ആദ്യമായി കേരളം രഞ്ജി ട്രോഫി ഫൈനലിൽ കടന്നു. ഗുജറാത്തിനെതിരായ സെമി പോരാട്ടം സമനിലയിൽ അവസാനിച്ചെങ്കിലും ഒന്നാം ഇന്നിംഗ്സിലെ 2 റൺസ് ലീഡാണ് കേരളത്തിന് തുണയായത്. സസ്പെൻസ് നിറഞ്ഞ അവസാന ദിനം, ത്രസിപ്പിക്കുന്ന മത്സരം. അതായിരുന്നു കേരള ഗുജറാത്ത് സെമി പോരാട്ടം. ഫൈനൽ പ്രതീക്ഷകൾ മങ്ങിത്തുടങ്ങുന്നതിൻ്റെ ആശങ്കയിലാണ് കേരളം 5ാം ദിനം കളിക്കാനിറങ്ങിയത്. 7-ന് 429 റൺസുമായി ഇറങ്ങിയ ഗുജറാത്തിന്റെ 3 വിക്കറ്റുകൾ വീഴ്ത്തുക എന്ന വലിയ വെല്ലുവിളിയാണ് കേരളത്തിന് ഉണ്ടായിരുന്നത്. ഒന്നാം ഇന്നിംഗ്സിൽ കേരളത്തിനൊപ്പം എത്താൻ ഗുജറാത്തിന് വേണ്ടിയിരുന്നത് 28 റൺസും. എന്നാൽ മറുനാടൻ താരം ആദിത്യ സർവതയുടെ മിന്നും പ്രകടനം ഗുജറാത്തിനെ കേരളത്തിന് പിന്നിലാക്കി. ഗുജറാത്തിന്റെ 3 വിക്കറ്റുകളും ആദിത്യ സർവതെ എറിഞ്ഞിട്ടതോടെ കേരളത്തിന് 2 റൺസിന്റെ ലീഡ് നേടാനായി. അത് കേരളത്തെ ഫൈനലിലെത്തിച്ചു. മുഹമ്മദ് അസ്റുദ്ദീന്റെ സെഞ്ചുറിയുടെ കരുത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ കേരളം 457 റൺസ് എടുത്തിരുന്നു. ഗുജറാത്ത് 455 റൺസ് എടുത്ത് പുറത്തായി. കളി അവസാനിക്കുമ്പോൾ 2ാം ഇന്നിംഗ്സിൽ കേരളം 4-ന് 114 റൺസ് എന്ന നിലയിലായിരുന്നു. കേരളത്തിന് വേണ്ടി ആദിത്യ സർവതയും ജലജ് സക്സേനയും 4 വിക്കറ്റ് വീതം വീഴ്ത്തി. ഒന്നാം ഇന്നിംഗ്സിൽ പുറത്താകാതെ 177 റൺസ് നേടി കേരളത്തിന്റെ നട്ടെല്ലായി മാറിയ മുഹമ്മദ് അസ്റുദ്ദീനാണ് കളിയിലെ താരം. മുംബൈയെ തോൽപ്പിച്ച വിദർഭയാണ് ഫൈനലിൽ കേരളത്തിന്റെ എതിരാളികൾ. അടുത്ത ബുധനാഴ്ചയാണ് മത്സരം തുടങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.